ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്പർശിക്കാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ വീട് വാടകയ്ക്ക് താമസിക്കുന്ന വാടക വീട് എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഇപ്പം വാടക ചട്ടങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടെന്നാണ് പറയാൻ കഴിയുന്നത്. ഇതൊന്നും പ്രായോഗികമായി വന്നിട്ടില്ല. ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്ന വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം. അപ്പം ഇതിലെ ദുഃഖം മുഴുവൻ അനുഭവിക്കുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും അനുഭവിക്കുന്നു. അപ്പം ഒരു ബ്രോക്കറെ നമ്മൾ സമീപിക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട് ചൂണ്ടിക്കാണിച്ചു തരും, കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു. അപ്പൊ ഒരു മാസത്തെ വാടകയാണ് അവർ കൊടുക്കണം എന്ന് പറയുന്നത്. 12,000 രൂപ ഉള്ള ഒരു വാടക ആവശ്യപ്പെടുന്ന ഒരു ബ്രോക്കറിന് 12,000 രൂപ നമ്മൾ കൊടുക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് നിയമപരമായി ഇത്തരത്തിലുള്ള ബ്രോക്കറിങ്ങിനെ ഒരു നിയമപരമായിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഒരു മാസത്തെ വാടക എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അവർ പ്രതിഫലം കൊടുക്കണം, പക്ഷെ ഈ തുക കുറച്ച് കൂടുതലല്ലേ എന്ന് ഒരു വാടകക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ സംശയിക്കുന്നു. പറഞ്ഞു ഒരു മാസത്തെ ആരും വാങ്ങിക്കാറില്ല, 6 മാസത്തെ പൈസ ഇല്ല, ആരും വാങ്ങിയില്ല, ആരും കുടിക്കില്ല. തിരുവനന്തപുരത്തൊക്കെ അങ്ങനല്ല, തിരുവനന്തപുരം അങ്ങനല്ല. കേരളം മൊത്തം ഒറ്റേ ഉള്ളൂ, 6 മാസത്തേ ഉള്ളൂ. 6 മാസത്തെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയേ ഉള്ളൂ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ അവിടെയുള്ള ആളുകൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് വാങ്ങാൻ പറ്റുന്നത്. കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിലും വീടാണെങ്കിലും എല്ലാം 6 മാസത്തേ ഉള്ളൂ. 2 സൈഡിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത്. വീട് വാടകയ്ക്ക് കൊടുത്ത് എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു ഇടനിലക്കാരൻ ത്രൂ നമുക്ക് ഒരു ടെനന്റിനെ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ആ വാടക ഒരു മാസം കൂടുതൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരാള് കൊണ്ട് വാടകയ്ക്ക് കൊടുക്കുമ്പോ നമ്മള് കസ്റ്റമർ ഡയറക്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആ മാസത്തെ വാടക പോവുക ചെയ്യുന്നത്. അത് ഒരു ഇടനിലക്കാരൻ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാടക കിട്ടും. ഈ വാടകയ്ക്ക് കൊടുക്കുന്ന വീട്, എന്റെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ബ്രോക്കർ നിരന്തരം വരികയാണ്. പക്ഷെ ആ ബ്രോക്കർ വഴിയല്ലാണ്ട് ഞാനത് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രോക്കർമാർ പിന്നീട് ഗുണ്ടായിസം കാണിക്കുമ്പോഴാണ് ഈ ബ്രോക്കറിംഗ് എന്ന് പറയുന്ന സംഭവത്തിനെ നമുക്ക് അപകടത്തിലേക്ക് പോകുന്നത്. എന്റെ ഭൂമി കിട്ടത്തക്ക തോതിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ വക്കുവരെ ഞാൻ എന്റെ ഭൂമി ആവശ്യമാണോ, അത് ആവശ്യമാണെന്നാണോ പറയുന്നത്? എന്റെ ഭൂമി നോക്കിപ്പോയ ബ്രോക്കർ മുഖാന്തരം മാത്രമേ ഞാനത് കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം അവരായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ വേറിട്ട് കച്ചവടം ചെയ്താൽ എന്നിൽ നിന്ന് പണം പിടിച്ചു വാങ്ങാൻ വേണ്ടി വരുന്നത് ഗുണ്ടായിസം. അത് അതൊന്നും കേരളത്തിലൊന്നുമില്ല, ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. അതൊക്കെ മോശട്ടോ, നമ്മുടെ അനുഭവത്തിൽ നിന്നല്ലേ ആരും മോശമാക്കരുത്. അനുഭവത്തിൽ നിന്ന് പറയുമ്പോ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഇടി വരുന്നതിന്റെ ഡിജിറ്റൽ വല്ലതും ചെയ്യാൻ പറ്റുമോ ടീച്ചറെ? ഈ വീട് വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഈ പറയുന്ന എല്ലാത്തിനുമുള്ള ടെക്നോളജി വരുന്ന സമയത്ത് ഇത് മാറി മാറി വരുന്നുണ്ട്. ഇത് ആദ്യഘട്ടങ്ങളിലെ പ്രശ്നങ്ങൾ. ഇതിന്റെ കൂടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമ്പരാഗത ഇടനിലക്കാര് മുതല് ഹൈടെക് ഇടനിലക്കാര് വരെയാണുള്ളത്. ഷെയർ ബ്രോക്കേഴ്സ് വരെ ഉണ്ട്. ഷെയർ ബ്രോക്കർ, ഞാൻ ഫിനാൻഷ്യൽ സർവീസ് ആയിട്ട് ഫീൽഡ് ഉള്ളതാണ്. അപ്പൊ സാർ ആദ്യം പറഞ്ഞ മാതിരി കല്യാണ ബ്രോക്കർമാർ തുടങ്ങി പണ്ട് തൊട്ടേ എവിടെയാണ് പെണ്ണ് എങ്ങനെ അറിയാം. ഇന്നിപ്പോ നമ്മള് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം, ഒരു സ്ഥലത്ത് പോകണം. സാർ ഇപ്പൊ ബാംഗ്ലൂർ പോയിട്ട് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാർ എന്താ ചെയ്യാ? ഉടനെ തന്നെ മേക്ക് മൈ ട്രിപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന ബുക്കിങ്ങോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. വേണ്ട ഒരു ബസ് ഏത് സമയത്താന്ന് പറയുന്നത് KSRTC സ്റ്റാൻഡിൽ പോയി നോക്കുക. സാർ ആദ്യം നെറ്റിൽ കുത്തി നോക്കിയിട്ട് വണ്ടി ബുക്ക് ചെയ്യും. കുത്തി നോക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഷെയർ ബ്രോക്കിംഗ്. ഇപ്പൊ പണ്ട് നമ്മൾ നേരിട്ട് ഷെയർ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നവര് 100 പേര് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 90 പേർക്കും ലോസ് ആണ്. ആക്ച്വലി 90 പേർക്കും ലോസ് ആണ്. പക്ഷേ അതിനകത്ത് ഫണ്ട് മാനേജേഴ്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഫണ്ട് മാനേജേഴ്സ് അവർക്ക് പണി അറിയാവുന്നവർക്കാകുമ്പോ അവർക്ക് ചെറിയ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഫീസ് കൊടുക്കുമ്പോ ഇന്ന് 100 പേര് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് 99 പേരും 100 പേരും പ്രോഫിറ്റിലായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.